കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം തീപിടിച്ച കപ്പലിൽ തുടർ സ്ഫോടനങ്ങൾക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 150 കണ്ടെയ്നറുകളിലുള്ളത് വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ. മറ്റ് കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. അപകട പശ്ചാത്തലത്തിൽ കടൽവെള്ളം പരിശോധിക്കും. പയ്യാമ്പലത്ത് നിന്ന് സാമ്പിൾ ശേഖരിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ്. അഴീക്കൽ തുറമുഖത്തിന് സമീപം തീപിടിച്ച കപ്പലിലുണ്ടായിരുന്നത് 22 ജീവനക്കാർ. കടലിൽ ചാടിയ 18 പേരെ രക്ഷപ്പെടുത്തി, 4 പേരെ കാണാനില്ല. പരിക്കേറ്റ 5 പേരിൽ ഒരാളുടെ നില ഗുരുതരം. ബേൺ ICU അടക്കം ചികിത്സാ സൗകര്യങ്ങൾ സജ്ജമെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ P. അരുൺകുമാർ. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് ബേഗ്പൂർ പോർട്ട് ഓഫീസർ ഹരി അച്യുത വാര്യർ. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം തീപിടിച്ച കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കുന്നുവെന്ന് നാവികസേന. രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റ് ഗാർഡും നേവിയും. നാവികസേനയുടെ INS സൂറത്ത് കപ്പലിനടുത്ത്. കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകൾ അപകട സ്ഥലത്തെത്തി. രക്ഷാദൌത്യത്തിന് ICGS അർണവേഷ്, സചേത്, രാജ്ദൂത്, സമുദ്രപ്രഹരി, അഭിനവ് എന്നീ കപ്പലുകൾ. കോസ്റ്റ് ഗാർഡിന്റെ C-144 ബോട്ടും 3 വിമാനങ്ങളും ചരക്ക് കപ്പലിനടുത്ത്. തീയണയ്ക്കാൻ ഊർജിത ശ്രമം. കൊച്ചി അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ട എന്ന നിലപാടിൽ കേന്ദ്രവും കേരളവും. നഷ്ടപരിഹാരത്തിന് മുൻഗണന നൽകും. MSC കമ്പനിക്ക് വിഴിഞ്ഞവുമായി നല്ല അടുപ്പമെന്ന് ചീഫ് സെക്രട്ടറി. 50 മീറ്റർ താഴ്ചയിലുള്ള കപ്പലിൽ ആഫ്രിക്കൻ മുങ്ങൽ വിദഗ്ധരുടെ പരിശോധന തുടരുന്നു. MSC ഐറീന കപ്പൽ വിഴിഞ്ഞം തീരം തൊട്ടു. ജലാഭിവാദ്യം നൽകി കപ്പലിന് സ്വീകരണം. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറീന നങ്കൂരമിടുന്ന ആദ്യ ദക്ഷിണേഷ്യൻ തുറമുഖമായി വിഴിഞ്ഞം. രണ്ടായിരത്തി 25-26 അധ്യയന വർഷത്തെ കുട്ടികളുടെ കണക്കെടുപ്പ് നാളെ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. അധ്യാപകരുടെ തസ്തിക നിർണയത്തിൽ കണക്കെടുപ്പ് പൂർത്തിയായ ശേഷം തീരുമാനം. കണ്ണൂരിൽ സർക്കാർ സ്കൂളുകൾ പൂട്ടിയെന്ന വാർത്തയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് മന്ത്രി റിപ്പോർട്ട് തേടി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പണം ലഭിക്കുന്നില്ലെന്ന് വിമർശനം. റെസിഡന്റ് ഹോസ്റ്റലുകൾ പ്രതിസന്ധിയിലെന്നും സൗജന്യ യൂണിഫോം, പാഠപുസ്തക വിതരണം തകരാറിലായി എന്നും മന്ത്രി. നിലമ്പൂരിൽ മൃഗവേട്ടയ്ക്ക് വെച്ച കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മന്ത്രി AK ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. പ്രസ്താവന മുന്നണിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയെന്ന് മുഖ്യമന്ത്രി. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് വിശദീകരണം. അപകട മരണത്തിന് കാരണം കേരളത്തിന്റെ അനാസ്ഥയെന്ന് കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. കുരങ്ങിനെ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന ആവശ്യവും പരിഗണിക്കില്ല. നിലപാട് വ്യക്തമാക്കി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. കടുവയും ആനയും സംരക്ഷിത പട്ടികയിൽ തന്നെ തുടരും. കേരളം ആവശ്യമുന്നയിച്ചത് കാട്ടുപന്നി കാർഷിക വിളകൾക്കും ജനങ്ങൾക്കും ഭീഷണിയായതോടെ. മുംബൈയിൽ ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ നിന്ന് ട്രാക്കിലേക്ക് വീണ് 5 യാത്രക്കാർ മരിച്ചു. അപകടം ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനലിൽ നിന്ന് താനെയിലേക്ക് പോവുകയായിരുന്ന ലോക്കൽ ട്രെയിനിൽ. 8 പേർ ട്രെയിനിൽ നിന്ന് വീണതായി റിപ്പോർട്ടുകൾ. അപകടമുണ്ടായത് തിരക്ക് മൂലമെന്ന് നിഗമനം. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം അപകടത്തിൽ